പാഠം 276. ആദർശം അതിരുവിടുമ്പോൾ. ചായ. മോഹനോട് ഒരു സംഭവം അറിഞ്ഞോ? അറിഞ്ഞു. ഏത് സംഭവം? ഏത് സംഭവമാണ് നീ ഉദ്ദേശിച്ചത്? ഏത് സംഭവം മോഹനോട് ഉദ്ദേശിച്ചത്? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന പരിപാടി നിർത്തി ഇപ്പൊ സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുക. ആ സംഭവം. ആ സംഭവം അത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ 7 വീടിനപ്പുറത്ത് താമസിക്കുന്ന മാധവൻകുട്ടി ചേട്ടൻ കാറ് വാങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. അത് മോഹനേട്ടൻ അറിഞ്ഞു? ഇല്ല. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. മാധവൻകുട്ടി ചേട്ടൻ വാങ്ങിയത് ഒരു ചെറിയ മാരുതി കാറാണ്. ഇവിടെ നമുക്ക് സ്വന്തമായ ഒരു ബെൻസ് ഉള്ളപ്പോൾ മാരുതി വാങ്ങിയ കാര്യം ചെറുതായിട്ട് തോന്നും. മോഹനേട്ടാ, പറഞ്ഞു വരുമ്പോ മോഹനേട്ടൻ വലിയ വില്ലേജ് ഓഫീസറാണ്. മാധവൻകുട്ടി ചേട്ടനോ PWDയിൽ പിയൂൺ. പക്ഷേ പിയൂൺ കാർ വാങ്ങിയിട്ടും വില്ലേജ് ഓഫീസർക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ പോലും ഇല്ല. സ്വന്തമായി കാറുള്ളതാണ് വലിയ കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ 4 കാറുകൾ ഈ മുറ്റത്ത് കിടക്കുമായിരുന്നു. 4 കാറ് വേണ്ട, ഒരു കാറ്, ഒരു കൊച്ചു കാറ്, അത് ഓടിച്ച് നാട്ടുകാരുടെ മുന്നിലൂടെ ഒന്ന് പോകണമെന്ന് ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആളുകളുടെ കണ്ണിൽ വക്കീലാണ്, കൈ നിറയെ കേസുണ്ട്. പക്ഷെ ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതും സ്കൂട്ടറില്ല. ഒരു കോടതിയിൽ നിന്ന് വേറൊരു കോടതിയിലേക്ക് പോകണമെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ കാർ ലിഫ്റ്റ് ചോദിക്കണം. കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചെന്നപ്പോ ട്രഷറിയിലെ ക്ലാർക്ക് രാമകൃഷ്ണൻ ചേട്ടനെ കണ്ടു. കണ്ടപാടെ രാമകൃഷ്ണൻ ചേട്ടൻ ചോദിക്കുക, സത്യഭാമ ഇപ്പോഴും സ്കൂട്ടറിലാണോ വരുന്നത്? ഒരു കാർ വാങ്ങാൻ ഇതുവരെ പറ്റിയില്ലേ? അതെങ്ങനെയാ, എനിക്ക് കേസൊന്നും കിട്ടുന്നുണ്ടാവില്ല എന്ന്. കേസൊക്കെ കൈനിറയെ ഉണ്ട് ചേട്ടാ. പക്ഷേ ആ കാശ് മുഴുവൻ പിടിച്ചു വാങ്ങി ബാങ്കിലിടുന്ന ഒരു ഭൂതം എന്റെ വീട്ടിലുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ചിരിച്ചങ്ങ് ഒഴിഞ്ഞു. വളരെ നന്നായി. നാണോ അന്തസ്സുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മോഹനേട്ടന് ശമ്പളം തരുന്നത് കേരള സർക്കാർ, മാധവൻകുട്ടി ചേട്ടന് ശമ്പളം കൊടുക്കുന്നതും കേരള സർക്കാർ. പക്ഷേ മാധവൻകുട്ടി ചേട്ടൻ കാറ് വാങ്ങി. മോഹനേട്ടന് നാണക്കേടം തോന്നില്ലെങ്കിലും നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ താലൂക്ക് ഓഫീസിലെ സഹദേവൻ 4 കൊല്ലം മുമ്പ് ഒരു ആനയെ വാങ്ങി. ആ ആനയെ വാടകയ്ക്ക് കൊടുത്ത് കാശുണ്ടാക്കാനാണ് സഹദേവൻ അതിനെ വാങ്ങിയത്. എനിക്ക് ശമ്പളം തരുന്നതും കേരള സർക്കാർ, സഹദേവന് കൊടുക്കുന്നതും കേരള സർക്കാരാണെന്നും പറഞ്ഞ് ഞാനും ഒരു ആനയെ വാങ്ങണോ നീ പറയോടി? 4 കൊല്ലം മുമ്പ് ഒരു ഈനാം പേച്ച് വാങ്ങിയ ദുരിതം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പൊ ഇനി ഒരു ആനയും കാറും. 4 കൊല്ലം മുന്നേ ഈനാം പേച്ചിയോ? നിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. മോഹനട്ടോ, കാര്യമായിട്ടൊരു കാര്യം പറയാൻ വരുമ്പോ ഭാര്യ ഈനാമ്പേച്ചി എന്ന് വിളിച്ചിട്ട് പോന്നാൽ ഒരു പ്രശ്നവും തീരില്ല. ഞാൻ പറഞ്ഞു വന്നത് PWDയിലെ പിയൂൺ കാർ വാങ്ങി അതോടിച്ച് ആഫീസിൽ പോകുന്ന കാര്യമാണ്. വില്ലേജ് ഓഫീസർ കാർ ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് അത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ എനിക്ക് കാർ ഓടിക്കാൻ അറിയാം. ഒരു കാർ വാങ്ങാനുള്ള കാശും എന്റെ കയ്യിലുണ്ട്. പക്ഷെ കാർ വാങ്ങാൻ മോഹനേട്ടൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം അഭിമാനം നഷ്ടപ്പെട്ട് ഞാൻ സ്കൂട്ടർ ഓടിക്കേണ്ടി വരുന്നു. നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കാർ ഉണ്ടെങ്കിലേ അഭിമാനം ഉണ്ടാകൂ എന്നാണോ? അപ്പൊ സ്കൂട്ടർ ഓടിക്കുന്നവർ അന്തസ്സില്ലാത്തവരാണെന്നാണോ? ഞാനിപ്പോ പറഞ്ഞതിന് ഇത് രണ്ടുമല്ല അർത്ഥം. എനിക്ക് ഒരു കാർ വാങ്ങണം എന്നതാണ്. നടക്കില്ല. കാർ ഓടുന്നില്ലേ? കാർ വാങ്ങാനുള്ള നിന്റെ ഉദ്ദേശം നടക്കില്ല. കാരണം അത് ധൂർത്താണ്. കേരളത്തിലെ പിച്ചക്കാർക്ക് പോലും ഇപ്പോൾ കാറുണ്ട്. ആ കണക്കിന് നോക്കിയാൽ കേരളത്തിൽ ധൂർത്തില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ, വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. അതെ. ഹലോ. കിട്ടിയില്ല. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. എനിക്ക് പക്ഷേ അതിൽ ഒട്ടും അഭിമാനം തോന്നില്ല. ഒരു വക്കീലായിട്ട് സ്വന്തമായിട്ടൊരു കാറില്ലാന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി വക്കീലായിരുന്നു, പക്ഷെ സ്വന്തമായിട്ട് കാറുണ്ടായിരുന്നോ? അപ്പൊ എന്നെ മഹാത്മാഗാന്ധിയുടെ ഒപ്പം കണക്കാക്കി തുടങ്ങി. ഈശ്വര, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. നിന്നെ മഹാത്മാഗാന്ധിക്കൊപ്പം കണക്കാക്കിയതല്ല, നിങ്ങൾ രണ്ടുപേരുടെയും ജോലി ഒന്നായതുകൊണ്ട് പറഞ്ഞു പോയതാ. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറും. രണ്ടുപേരും രാജ്യം ഭരിച്ചിരുന്നു എന്നതുകൊണ്ട് ഒരുപോലെ ആകുമോ? ഇല്ല.
ജവഹർലാൽ നെഹ്റു അങ്ങേറ്റ മനുഷ്യസ്നേഹിയും സമാധാനകാംക്ഷിയും സത്യസന്ധനുമായിരുന്നു. ഹിറ്റ്ലറോ ഭീകരനായ ഒരു സ്വേച്ഛാധിപതി. അതുപോലെ മഹാത്മാഗാന്ധി രാജ്യത്തിനു വേണ്ടിയും രാജ്യത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും ജീവിച്ച ഒരു വക്കീലായിരുന്നു. നീയോ കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും കൊലപാതകൾക്കും വേണ്ടി കേസ് വാദിച്ച് അവരുടെ കയ്യിൽ നിന്ന് കാശ് കണക്ക് പറഞ്ഞു വാങ്ങി ആ കാശ് കൊണ്ട് കാർ മേടിക്കണമെന്ന് പറഞ്ഞ് പരോപകാരിയും സത്യസന്ധനുമായ ഭർത്താവിനെ ശല്യം ചെയ്തൊരു വക്കീൽ ഭാര്യ. ശരി, പരോപകാരിയോട് ഒരൊറ്റ ചോദ്യം. എനിക്ക് ഒരു കാർ വാങ്ങണം, അതിന് എതിർപ്പുണ്ടോ? അതിന് എതിർപ്പേ ഉള്ളൂ. കാരണം നമ്മൾ കാർ വാങ്ങുന്നില്ല. അത് കാരണമല്ലല്ലോ, തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് എന്റെ സൗകര്യം. അത് പറ്റില്ലല്ലോ. ഒരു വീടാവുമ്പോ തീരുമാനം എടുക്കേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിൽ ആലോചിച്ചാണ്. പക്ഷേ ഇവിടെ മോഹനേട്ടൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തു. അപ്പോ ആ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഒരു കാറിന്റെ ആവശ്യമില്ല. നിനക്ക് ഇവിടെ നിന്നും വക്കീൽ ഓഫീസിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്നിട്ടും നീ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു. ഇനിയിപ്പോ ആ സ്കൂട്ടറിന് പകരം ഒരു കാർ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ വില്ലേജ് ഓഫീസിലേക്ക് നടന്നാണ് പോകുന്നത്. പക്ഷേ എനിക്ക് കാർ വേണ്ട. പക്ഷെ മോഹനേട്ടൻ, ഞാൻ 2, കാർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു ധൂർത്താണ്. നടന്നു പോകാവുന്നത്ര ദൂരം മാത്രം സഞ്ചരിക്കുന്ന നമ്മൾ 4-5 ലക്ഷം രൂപ കൊടുത്തൊരു കാർ വാങ്ങുന്നതിൽ ഒരു യുക്തിയുമില്ല. ആ 5 ലക്ഷം രൂപ സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഇട്ടാൽ വർഷം 50,000 രൂപ പലിശ കിട്ടും. ആ 50,000 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാം? നല്ല തേങ്ങാപ്പിണ്ണാക്ക് വാങ്ങി തിന്നാം. 3, വാഹനങ്ങൾ ഉണ്ടാക്കുന്ന പരിസര മലിനീകരണം. പെട്രോളും ഡീസലും കത്തി പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ് പ്രകൃതിയെ നശിപ്പിക്കുന്നു. അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ആഗോളതാപനം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ കാർ വാങ്ങാതിരുന്നാൽ ആഗോളതാപനം കുറയുമായിരിക്കും. 4, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് റോഡ് മുഴുവൻ ഭയങ്കര തിരക്കാണ്. അങ്ങനെ തിരക്ക് കൂടുമ്പോ റോഡുകൾ വീതി കൂട്ടേണ്ടി വരും. കൃഷിക്കും മനുഷ്യവാസത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ട കേരളത്തിന്റെ ഭൂമി റോഡുണ്ടാക്കിയും വീതി കൂട്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ 100 കൊല്ലം കഴിയുമ്പോഴേക്കും കേരളം മുഴുവൻ റോഡായിരിക്കും. അതല്ലല്ലോ മോഹനേട്ട കാര്യം. 5, റോഡിൽ വാഹനങ്ങൾ കൂടുമ്പോഴാണ് വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കാശ് കൊടുത്തു വാങ്ങുന്ന നമ്മുടെ കാറിൽ നമ്മൾ പോകുമ്പോൾ അതിലൊരു പാണ്ടി ലോറി വന്നിടിച്ച് നമ്മൾ അങ്ങ് മരിച്ചു പോയാൽ എന്ത് ദുരന്തമാണത്? കാർ വാങ്ങാതിരുന്നെങ്കിൽ നമ്മൾ ജീവിച്ചെങ്കിലിരിക്കും. റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ലോറി വന്ന് ഇടിച്ചു മരിച്ചാലോ? കാർ വാങ്ങിയാൽ മാത്രമല്ലല്ലോ അപകടം ഉണ്ടാവുന്നത്. നടന്നു പോകുമ്പോൾ ലോറി വന്നിടിച്ച് മരിച്ചാലും നമ്മൾ കാർ വാങ്ങിയ കാശ് മുടക്കില്ലല്ലോ. ആ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് മരിക്കാം. ഒന്ന് ഉറപ്പിച്ചോളൂ ഭാമേ, നമ്മൾ കാർ വാങ്ങുന്നില്ല. ഇപ്പോൾ ഈ നടത്തിയിട്ട് പോകുന്ന പ്രസംഗം ഏതെങ്കിലും LP സ്കൂളിലെ കുട്ടികളോട് പറയാൻ കൊള്ളാം. കാരണം ഇപ്പൊ ഈ പറഞ്ഞതിനെയാണ് മലയാളത്തിൽ മിഠായി യുക്തി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ശാസ്ത്രീയമായ സത്യങ്ങളാണ്. എല്ലാ ശാസ്ത്രീയ സത്യങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങാനുള്ളതല്ല. ഉദാഹരണത്തിന്, ഇന്നലെ മോഹനേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഏത്തപ്പഴവും പച്ചക്കറിയും രാസവളവും കീടനാശിനി ഹോർമോണും ഒക്കെ പ്രയോഗിച്ചതാണ്. അത് കഴിച്ചാൽ ആരോഗ്യത്തിന് കേടാണ്. പക്ഷേ അത് കഴിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. വക്കീൽ ഓഫീസിലേക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ. അത് നടക്കാനുള്ള ദൂരമാണെന്ന് പറയുമ്പോ നടന്നു തന്നെ പോണം, ചെരുപ്പിടാതെ. വില്ലേജ് ഓഫീസർക്ക് പറ്റുമോ വില്ലേജ് ഓഫീസ് വരെ ചെരുപ്പിടാതെ നടക്കാൻ? കാറിൽ നിന്ന് പുറത്തു വരുന്ന കാർബൺ മാത്രമല്ല ആഗോളതാപനത്തിന് കാരണമാകുന്നത്. നമ്മൾ ഓരോ ലൈറ്റും ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ കറണ്ട് കണക്ഷൻ വേണ്ട എന്ന് വെക്കുവോ? അടുക്കളയിലിരിക്കുന്ന ഫ്രിഡ്ജ് പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളികൾക്ക് കേടുണ്ടാക്കുന്നത്. ഫ്രിഡ്ജ് നമുക്കങ്ങ് വേണ്ടെന്ന് വെക്കാം. ചുരുക്കി പറഞ്ഞാൽ ബൾബും ഫ്രിഡ്ജും രാസവളവും കീടനാശിനിയും ഒക്കെ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തിന്റെ അത്രയേ കാർ ഉണ്ടാക്കുന്നുള്ളൂ. നടന്നു പോകുമ്പോൾ ചെരുപ്പിടാവുമെങ്കിൽ കാറിലും പോകാം.
അതുകൊണ്ട് നമ്മൾ കാർ വാങ്ങുന്നുണ്ട്. ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതും ഞാനാണ്. ഈ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഒരു ചർച്ച വേണ്ട. അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേയാൾ കണ്ണും പൂട്ടി അനുസരിക്കാനേ ഇത് പട്ടാള ക്യാമ്പല്ല, ഒരു വീടാണ്. ഒന്നെങ്കിൽ തീരുമാനമെടുക്കുന്നതിന് മുന്നേ കൂട്ടായി ആലോചിക്കണം, അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് മറ്റേ ആളെ കൂടെ ബോധ്യപ്പെടുത്തണം. ഇത് രണ്ടുമില്ലാതെ ഏകാധിപത്യം ഇവിടെ നടപ്പില്ല. കുടുംബം എന്ന് പറയുന്നത് വളരെ പഴയൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ എന്നും പുരുഷനായിരുന്നു കുടുംബനാഥൻ. അത് ഏകാധിപത്യമാണെന്ന് പറയുന്ന നിനക്ക് വട്ടാണ്. പുരുഷനാണ് കുടുംബനാഥൻ എന്ന് പുരുഷന്മാർ അവരുടെ സൗകര്യത്തിനു വേണ്ടി കണ്ടുപിടിച്ച ഒരു ഏർപ്പാടാണ്. അത് ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങളുടെ അടുത്ത് ചെലവാകും. എന്റെ അടുത്തൊന്നും നടക്കില്ല മോഹനേട്ടാ. ഈ വീട്ടിൽ അതേ നടക്കൂ. എന്റെ തീരുമാനങ്ങൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്റെ വീട്ടിൽ പോയിക്കോ. പോകാൻ എനിക്ക് യാതൊരു മടിയില്ല. പക്ഷേ ഈ വീട് വാങ്ങാൻ കൊടുത്ത 40 ലക്ഷം രൂപയിൽ 21 ലക്ഷം രൂപ എന്റെ അച്ഛൻ തന്നതും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതും ചേർന്നാണ്. ആ കാശ് തിരിച്ചു തന്നാ ഞാൻ പോവാം. എന്നിട്ട് 21 ലക്ഷം കിട്ടിയ 5 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ വാങ്ങി ബാക്കി 16 ലക്ഷം രൂപയ്ക്ക് ഞാൻ അടിച്ചു പൊളിക്കും. അത്ര തന്നെ. ആകാശ് തീരുമാനം അതപ്പോഴല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ കാർ വാങ്ങുന്ന പ്രശ്നമില്ല. നീ പോകുന്നെന്ന് കാണട്ടെ. എന്റെ 21 ലക്ഷം രൂപ എടുക്ക്. എന്തെന്ന്? കണക്ക് പ്രകാരം എനിക്ക് തരാനുള്ള 21 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇനി ഞാൻ കേസ് കൊടുക്കണോ? കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ ഭാമേ. ആ 21 ലക്ഷം രൂപ നിന്റേതാണ് എന്നുള്ളതിന് ഒരു തെളിവുമില്ല. പണം എത്രയോ കാലമായി എന്റെ അക്കൗണ്ടിലാണ് കിടന്നിരുന്നത്. അണ്ണാങ്കുഞ്ഞിനെ മരങ്ങേറ്റ് പഠിപ്പിക്കല്ലേ മോഹനേട്ടാ. ഞാനേ ഒരു വക്കീലാണ്. ആ കാശ് എന്റേതാണ് എന്ന് തെളിയിക്കാൻ എനിക്ക് ഒരു പാടുമില്ല. എങ്ങനെ? വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന് സ്വന്തമായി ആകെയുള്ള വരുമാനം ശമ്പളമാണേ. പണ്ട് വീതം വെച്ചപ്പോ തറവാട്ടിൽ നിന്ന് കിട്ടിയത് 7 ലക്ഷം രൂപ. വീട് വാങ്ങാൻ ചെലവായ 40 ലക്ഷം രൂപയിൽ 7 ലക്ഷം കഴിച്ചുള്ള 33 ലക്ഷം രൂപ വില്ലേജ് ഓഫീസർക്ക് എവിടുന്ന് കിട്ടി? അത് കൈക്കൂലി വാങ്ങിയതാണെന്ന് പറഞ്ഞ് ഞാനൊരു കേസ് കൊടുക്കുമ്പോ മോഹനേട്ടനായിട്ട് തന്നെ പറയും, അയ്യോ അയ്യോ അത് സത്യഭാമയുടെ കാശാണ്, സത്യഭാമയുടെ കാശാണ്. തർക്കിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല മോഹനേട്ടാ. നമ്മൾ കാറ് വാങ്ങുന്നുണ്ട്. നമ്മൾ കാറ് വാങ്ങുന്നില്ല. കാറ് വാങ്ങിയില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോകും. കാറ് വാങ്ങിയാൽ ഞാൻ. മോഹനേട്ടന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മോഹനേട്ടൻ ഒരിക്കലും തീരുമാനങ്ങൾ മാറ്റാറേയില്ല. സത്യഭാമയും. സാറേ, ഉത്തമനാണ്. എന്താ കാര്യം ചോദിക്കുക? ഉത്തമൻ വിളിച്ചത് സാറേ എന്നാണ്, വക്കീലേ എന്നല്ല. വക്കീലേ വക്കീലേന്ന് വിളിച്ചു. ആദ്യം വിളിച്ചത് സാറേ എന്നാണ്. സാറേ, നമസ്കാരം സാറേ. നമസ്കാരം വക്കീലേ. അയ്യോ, രണ്ടുപേരും ഉണ്ടല്ലോ, രക്ഷപ്പെട്ടു. ഞാൻ വന്നതേ ഈ രണ്ടുപേരെ കാണാൻ വേണ്ടിട്ടാ. ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണേണ്ട കാര്യം എന്താണ്? ദൈവത്തെയും ചെകുത്താനെയും ആരെങ്കിലും ഒരേ കാര്യത്തിനോട് ഒരുമിച്ച് കാണാൻ ശ്രമിക്കും. ദൈവത്തോട് പറയാനുള്ളത് ഇപ്പോൾ ഉത്തമൻ എന്നോട് പറയാം. ചെകുത്താനോട് പറയാനുള്ളത് 10 മണിക്ക് വില്ലേജ് ഓഫീസിൽ ചെന്നിട്ടായാലും പറയാം. അയ്യോ എന്റെ പൊന്നെ, ഈ ദൈവവും ചെകുത്താനും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്റെ പ്രശ്നം എന്താണെന്നൊന്ന് കേൾക്കണം. നമ്മുടെ ഗോവിന്ദൻകുട്ടിയെ പോലീസ് പിടിച്ചു. അത് ഇവിടെ പറയേണ്ട കാര്യമല്ല. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല. സാറേ, ഇത് പോലീസ് സ്റ്റേഷൻ അല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഒരാളിനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരേണ്ടത് വക്കീലിന്റെ അടുത്തല്ലേ? വക്കീല് എങ്ങനെയെങ്കിലും ഗോവിന്ദൻകുട്ടി ജാമ്യത്തിൽ ഇറക്കണം. ഓ, അപ്പൊ ജാമ്യത്തിന്റെ കാര്യം വക്കീലോട് സംസാരിക്കുക. എനിക്ക് വേറെ പണിയുണ്ട്. സാറേ പോവല്ലേ സാറേ. ഈ ജാമ്യത്തിന് വക്കീലിനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, കരമടച്ച രസീത് കൂടെ വേണം. ജാമ്യം നിൽക്കാന്ന് പറഞ്ഞിരിക്കും നമ്മുടെ തോമസ് കുട്ടി ദിനേശനുവാ. രണ്ടുപേരും ഇക്കൊല്ലത്തെ കരം അടച്ചിട്ടില്ല. രാവിലെ അവര് വില്ലേജ് ഓഫീസ് വരുമ്പോ സാർ ഒന്ന് സഹായിക്കണം പ്ലീസ്. അത് വില്ലേജ് ഓഫീസിൽ വരുമ്പോ പറഞ്ഞാൽ മതി. ഇവിടെ കരം അടച്ചു കൊടുക്കുന്ന ഏർപ്പാടില്ല. മാറുക സാറേ മുഴുവൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ സാറേ. സാറേ വക്കീലെ ഒന്ന് മാറി എന്നാണ് ഞാൻ എങ്ങനെയെങ്കിലും കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ സാറേ. സാറേ 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 ഒന്ന് നിൽക്കണം സാറേ. സാറേ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം സാറേ. ഈ ഗോവിന്ദൻകുട്ടിയെ ഒരു ദിവസം പോലും സ്റ്റേഷനിൽ ഇരുത്താൻ പാടില്ല. സാറിനറിയാലോ, അയാളൊരു മാന്യനാണ്. നമ്മുടെ സഹകരണ ബാങ്കിൽ ഇത്രയും പരോപകാരിയായ വേറൊരു ക്ലർക്കില്ല.
മാന്യന്മാരെങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്? എന്നെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ലല്ലോ. അതൊരു വലിയ കഥയാണ് സാറേ. ഈ പറയുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ ശശികല ടീച്ചറിനെ സാറിന് അറിയാലോ. എനിക്കങ്ങനെ സ്ത്രീകളുമായിട്ട് അധികം പരിചയമൊന്നുമില്ല. വേണ്ട, ശശികല ടീച്ചറിനെ വക്കീലിനെ അറിയാലോ. സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് ശശികല ടീച്ചർ എന്ന് പറഞ്ഞ ജീവനാണ്. ഈ സ്കൂളിലെ പ്യൂൺ ശങ്കരൻ ചേട്ടൻ 3 മാസത്തിന് മുമ്പ് ഒരു കാർ വാങ്ങിച്ചു. അയാൾക്ക് ഈ സ്കൂളിൽ ജോലി പോയിട്ട് പലിശയ്ക്ക് കൊടുപ്പും ചിട്ടിയും പാട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ അയാൾ കാർ വാങ്ങിയതാ. എന്തായാലും സ്കൂളിലെ പ്യൂണ് പോലും ഒരു കാർ വാങ്ങിയ സ്ഥിതിക്ക് ഒരു കാർ വാങ്ങണമെന്നുള്ള മോഹം ശശികല ടീച്ചറിന് ഉണ്ടായി. മനുഷ്യർക്ക് അങ്ങനെയൊക്കെ തോന്നും. അതൊരു കുറ്റമായിട്ട് പറയാനാവില്ല ഉത്തമ. ഇല്ല, പക്ഷെ ഈ ഗോവിന്ദൻകുട്ടി അങ്ങനെ ആഡംബരത്തിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. പുള്ളി ചോദിച്ചു, ശശികലേ ശശികലേ, നമുക്കിപ്പോ ഒരു കാറിന്റെ ആവശ്യമുണ്ടോ എന്ന്. ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ അങ്ങനെ ചോദിക്കും. സാറ് പറഞ്ഞ വളരെ ശരിയാണ്. പക്ഷേ ഈ ഗോവിന്ദൻകുട്ടിയുടെ ബുദ്ധി ശശികല ടീച്ചറിന് മനസ്സിലായില്ല. കാറ് വാങ്ങിയേ പറ്റൂ എന്നവര് വാശി പിടിച്ചു. അതൊരു വാശിയല്ലല്ലോ, ഒരാവശ്യമല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ലേ. പക്ഷേ ഗോവിന്ദൻകുട്ടി വിട്ടില്ല. കാറ് വാങ്ങുന്ന പ്രശ്നമില്ല എന്ന് അയാൾ തീർത്ത് പറഞ്ഞു. നന്നായി. കാർ വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഗൃഹനാഥനാണ്. അത് സാറ് പറഞ്ഞ ന്യായം. പക്ഷെ ഗോവിന്ദൻകുട്ടിയുടെ ന്യായം ശശികല ടീച്ചറിന്റെ അടുത്ത് വില പോയില്ല. കാറ് വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി എന്റെ വീട്ടിലേക്ക് പോകും. ശശികല ടീച്ചർ ആണയിട്ട് പറഞ്ഞു. പറഞ്ഞാ പോരായിരുന്നു, ഇറങ്ങി പോണായിരുന്നു. പോയി. ശശികല ടീച്ചർ ഇറങ്ങി പോയി. ടീച്ചർ ഇറങ്ങി പോയതോടുകൂടി സംഭവം അങ്ങ് നാണക്കേടായി. സ്വന്തം ഭാര്യ പിണങ്ങി പോയി എന്ന് പറഞ്ഞ ഭർത്താവിന്റെ മാനം പോയില്ലേ. അതങ്ങനെ പോകും ഇല്ലേ സാറേ? ഇറങ്ങിപ്പോയതിന്റെ ശരിയായ കാരണമൊന്നും നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. കുറെ പേര് പറഞ്ഞു ഗോവിന്ദൻകുട്ടിക്ക് വേറെ ഏതോ സ്ത്രീയുമായി ബന്ധമുള്ളതിന്റെ പേരിലാണെന്ന്. കുറെ പേര് പറഞ്ഞു ശശികല ടീച്ചറിന് വേറെ ആരോ ആയിട്ട് പ്രേമമാണ്, അയാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിപ്പോയതെന്ന്. സാറേ, സംഗതി നാണക്കേടായെന്ന് മനസ്സിലായതോട് കൂടി പാവം ഗോവിന്ദൻകുട്ടി പോയി ശശികലേ ശശികലേ നീഞ്ഞ് തിരിച്ചു വാ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു. കാറല്ലടി, നിനക്ക് ലോറി വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശശികല ടീച്ചറിനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. പെണ്ണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പലരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടിക്ക് നട്ടല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനാണെങ്കിൽ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ ഇല്ല. സാറേ, പ്രശ്നം അതല്ല. ശശികല ടീച്ചർ വിളിച്ചുടനെ തിരിച്ചു വന്നു. അവര് ലോൺ എടുത്ത് കാർ വാങ്ങി. സാറേ, അതോടല്ലേ പ്രശ്നം തുടങ്ങിയത്. എന്ത് പ്രശ്നം? വക്കീലേ, ഈ പെട്രോളിന് ദിവസേന വില കയറുകയാണല്ലോ. അക്കൂട്ടത്തിൽ കാറിന്റെ ലോൺ അടയ്ക്കണം. ഒരുവിധ സമാധാനപരമായി സ്വസ്ഥമായി ജീവിച്ചു വന്ന ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിൽ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ആയി തുടങ്ങി. അങ്ങനെ ഇരിക്കും. ഇതാണ് പറയുന്നത്, ആന വാ പൊളിക്കുന്ന പോലെ അണ്ണാൻ വാ പൊളിക്കാൻ ശ്രമിക്കുന്നു. സാറേ, അതോടുകൂടി കാർ രണ്ടുപേരും ഉപയോഗിക്കാതെയായി. വെറുതെ പോർച്ച് കിടക്കുന്ന കാറിന് മാസാമാസം ലോൺ അടയ്ക്കേണ്ട അവസ്ഥ വന്നില്ലേ. ഇതും പറഞ്ഞ് രണ്ടുപേര് തമ്മിൽ വഴക്കായി. ഒടുവിൽ ശശികല ടീച്ചറിന്റെ അമ്മാവ ഇടപെട്ട് ഈ കാർ അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. അതെന്തായാലും മോശമായി പോയി. വക്കീലെ, വിൽക്കാതെ പിന്നെ എന്തോന്ന് ചെയ്യും? അങ്ങനെ ഗോവിന്ദൻകുട്ടി പറഞ്ഞതിനനുസരിച്ച് ഞാനൊരാളെ സംഘടിപ്പിച്ചുകൊണ്ട് കൊടുത്തു. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചു. അപ്പോഴാണ് ഈ ശശികല ടീച്ചറിന് ഒരു മോഹം. ആശിച്ചു മോഹിച്ച് വാങ്ങിച്ച വണ്ടിയല്ലേ, വിൽക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ എന്ന്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ കാറിൽ കയറി ഓടിച്ചു പോകുന്ന പോക്കില് വഴിക്ക് വച്ച് കാറിന്റെ ബ്രേക്ക് പോയി. കാറ് നേരെ ചെന്ന് പെയിന്റർ ദാസപ്പന്റെ വീടിന്റെ മതിൽ ഇടിച്ച് തകർത്ത് വീടിന്റെ വരാന്തയിലിരുന്ന് കാറ്റുകൊണ്ടുകൊണ്ടിരുന്ന ദാസപ്പന്റെ മുത്തശ്ശി ദാക്ഷാണിയമ്മയും വഹിച്ചുകൊണ്ട് വീടിനകത്ത് വണ്ടി ഇങ്ങനെ നിന്നു. സാറേ, ഈ ഗോവിന്ദൻകുട്ടിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ ഈ ശശികല ടീച്ചറുടെ ഇടത്തെ കൈയും വലത്തെ കാലും ഓടി ഞങ്ങൾ തൂങ്ങി. സംഗതി കേസായപ്പോഴാ അടുത്ത പുകില്. ഈ ഗോവിന്ദൻകുട്ടിക്ക് ലൈസൻസ് ഇല്ല. പോലീസുകാര് ഗോവിന്ദൻകുട്ടിയെ തൂക്കിയെടുത്തോണ്ട് പോയി. സാറേ, എങ്ങനെയെങ്കിലും ഗോവിന്ദൻകുട്ടിയെ ജാമ്യത്തിൽ ഇറക്കണം സാറേ. അവന്റെ കാര്യം കഷ്ടം. ഇനിയിപ്പോ കാറ് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ടീച്ചറെ ചികിത്സയും ദാസപ്പന്റെ വീട് നന്നാക്കലും ഒന്നും നടക്കൂല. അതിനുമായി വേറെ ലോൺ എടുക്കണം. ഉത്തമം പോയിക്കോളൂ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോളാം. പേടിക്കണ്ടെന്ന് ഗോവിന്ദൻകുട്ടിയോട് പറ. ദിനേശനോടും തോമസ് ഊട്ടിയോടും 10 മണിക്ക് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. കാരടച്ച് രസീത് കൊടുക്കാം. സാറേ, വലിയ ഉപകാരം സാറേ. എന്താ പിന്നെ ഞാൻ അങ്ങോട്ട്. അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, എന്താ അത്? അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ പറ്റി പിന്നീട് പറയാം. ആശുപത്രിയിൽ ഇടത് കൈയും വലത് കാലും ഒടിഞ്ഞ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ശശികല ടീച്ചറെ ഞാൻ അന്വേഷിച്ചൊന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. ഓ ശരി, പറയാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാറേ. വക്കീലേ, ശരി.
ഭർത്താവിന്റെ വാക്ക് കേൾക്കാതെ അയാളെ ധിക്കരിച്ച് കാറ് വാങ്ങാനിറങ്ങിയ ശശികല ടീച്ചറുടെ അനുഭവം നീ കണ്ടുവല്ലോ. ഇപ്പൊ എന്നെ ധിക്കരിച്ച് കാറ് വാങ്ങിയാൽ നിന്റെ അനുഭവം ഇതായിരിക്കും. ഒരിക്കലുമില്ല. ഞാൻ കാറ് വാങ്ങിയാലും ലോൺ അടയ്ക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് വരില്ല. അതുകൊണ്ട് തന്നെ കാറ് വിൽക്കേണ്ടി വരില്ല. മാത്രമല്ല, കാറ് കൊണ്ട് ഇടിച്ചത് ഗോവിന്ദൻകുട്ടിയല്ലേ. ഇവിടെ ആ പ്രശ്നമില്ലല്ലോ. മോഹനേട്ടന് ഓടിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണല്ലോ കാർ ഓടിക്കുക. പക്ഷെ ഭാമേ, ആദ്യം കാറ് മേടിച്ചപ്പോ ഗോവിന്ദൻകുട്ടി വേണ്ട എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ശശികല ടീച്ചർ വാശി പിടിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒടുവിൽ ഭാര്യയുടെ വാശിക്ക് വഴങ്ങി കാറ് മേടിച്ചപ്പോ ഏത് ഭർത്താവായാലും അറിയാതെ പറഞ്ഞു പോവില്ലേ, പോണ്ടാറടങ്ങിപ്പോട്ടെന്ന്. മനസ്സറിഞ്ഞ് അന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞതിന്റെ ഫലമാണ് ഇന്നലെ ഉണ്ടായത്. ഗോവിന്ദൻകുട്ടിയുടെ നാക്ക് കരിനാക്കായിരിക്കും. ആ നാക്കൊന്ന് ഇട്ടിക്കേ. ആ നാക്കൊന്ന് നീട്ടാൻ ഫുള്ള് മുഴുവനും. എങ്ങനുണ്ട്? നമ്മൾ കാർ വാങ്ങുന്നില്ല. കരിനാക്ക് എന്നത് അന്ധവിശ്വാസമാണെന്ന് യുക്തിവാദികൾ പറഞ്ഞേക്കും. പക്ഷേ നാവ് മോഹനകൃഷ്ണന്റേതായതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് കാലേ കൂട്ടി പറയാൻ പാടാണ്. പെട്ടെന്നൊന്നും ഒരു കാറ് വാങ്ങൽ നടക്കില്ല എന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായ നിലയ്ക്ക് ഇനി തർക്കത്തിന് സ്ഥാനമില്ല.